കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു സംഭവമാണ് എന്താണ് കോമ്പറ്റീറ്റർ, എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പം ഈസി ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളുടെ സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എല്ലാ സർവീസസും എന്താണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. സോ അവർ ചിലപ്പോൾ നിങ്ങളെക്കാളും മുകളിലായിരിക്കാം, നിങ്ങളെക്കാളും താഴെ ആയിരിക്കും. ആ ഒരു കമ്പാരിസൺ കൊടുക്കാതെ തന്നെ നിങ്ങൾ താഴെയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് അവർ ബിഗിനേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. സോ അതാണ് കോമ്പറ്റീറ്റർ അനലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങളെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റർ എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാനൊരു ഫുഡ് ഡെലിവറി ആപ്പ് തുടങ്ങുകയാണ്. ഞാനൊരു 2017 ഞാനൊരു ഫുഡ് ഡെലിവറി ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അന്ന് ഫുഡ് ഡെലിവറി ആപ്സ് ഒന്നുമില്ല. അതൊരു ഭയങ്കര ഇന്നോവേഷൻ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സോ അങ്ങനെ ഒരു ഐഡിയ ആയിട്ട് ഞാൻ മാർക്കറ്റിലോട്ട് വരുമ്പം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരും. കാരണം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് എപ്പോഴും നോക്കുന്നത് എന്തായിരിക്കും, ഈസിലി ആക്സസിബിൾ ആക്കാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്ന സാധനങ്ങളെ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുക. സോ സെക്കൻഡ് തിങ് ഈസ്, ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എല്ലാം എൻ്റെ ആപ്പ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം എന്താണ്, കസ്റ്റമേഴ്സിന് ഹോട്ടലിൽ പോകേണ്ട ആപ്പ് ത്രൂ ബുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, എൻ്റെ ഇതിലേക്ക് വരുന്നുണ്ട്, എൻ്റെ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാണ്. സോ അവിടെ ഒരു തേർഡ് പേഴ്സൺ, അതായത് ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾ തന്നെ വന്ന് നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അല്ലെ. അതായത് എന്താണോ എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ ചെയ്യുന്ന എൻ്റെ ബിസിനസ്സിൽ എന്താണോ മിസ്റ്റേക്ക്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുത്തുനിന്ന് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഫുഡ് എടുക്കുന്ന സമയത്ത് 45 മിനിറ്റ് ഡെലിവറി ടൈം എടുക്കുന്നുണ്ട്. അതൊരു 20 മിനിറ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ അങ്ങനെ നിങ്ങളൊരു കോമ്പറ്റീറ്റർ ആയിട്ട് എനിക്കെതിരെ നിങ്ങളൊരു പുതിയ ആപ്പ് ഡൗൺലോഡ് കൊണ്ടുവരുന്നു, അതിൽ നിങ്ങൾ 20 മിനിറ്റ് കൊണ്ട് ഫുഡ് എത്തിച്ചിരുന്നു പറയുമ്പോൾ ഈ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളെ അടുത്തോട്ടേക്ക് വരും. സോ കസ്റ്റമർ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും നോക്കുക. അപ്പം കസ്റ്റമേഴ്സ് എപ്പോഴും എന്താ, ഇത് ആര് തുടങ്ങി അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യുന്നത് എന്നതിൻ്റെ അപ്പുറത്തേക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും ഈസിലി ആക്സസിബിൾ ആവുന്ന സർവീസ് ആയിരിക്കും കസ്റ്റമർ ചൂസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പറയും ഒരു 50% ഓഫ് തരാം. അപ്പോൾ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആവും. അത് കസ്റ്റമേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഈസിലി കിട്ടുന്നതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 60% ഇടും. അത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള കറന്റ് ഉള്ള പല ആപ്സുമായിട്ട് നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി, നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്ന ഒരുപാട് ആപ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് ആണ്. ആൻഡ് ദിസ് കോമ്പറ്റീറ്റേഴ്സ് അനലൈസിങ് ഇസ് വെരി പവർഫുൾ ആണ്. അതായത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അവരുടെ അടുത്ത് നിന്ന് ലേൺ ചെയ്യാനും പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എന്തുണ്ട് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തുണ്ട്. സോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റർ അനലൈസിങ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക.